കോഴിക്കോട് മുക്കത്തെ പീഡന ശ്രമക്കേസിൽ ഒളിവിലായിരുന്ന മറ്റു 2 പ്രതികളും കീഴടങ്ങി. ഒന്നാം പ്രതി ദേവദാസിനെ ഇന്നലെ കുന്നംകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ നിർണായക വഴിത്തിരിവായത് യുവതിയുടെ കുടുംബം പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകളായിരുന്നു. സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ മുഴുവൻ പ്രതികളുമാണ് ഇതോടെ അറസ്റ്റിലായത്. ഹോട്ടലിലെ ജീവനക്കാരായ റിയാസും സുരേഷും രാവിലെ 11 മണിയോടെ താമരശ്ശേരി കോടതിയിൽ ഹാജരാവുകയായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതിയായ ഹോട്ടൽ ഉടമ ദേവദാസിനെ പോലീസ് കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ നിർണായക വഴിത്തിരിവായത് യുവതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളായിരുന്നു. ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയായിരുന്നു അതിക്രമം. അതിനാൽ റെക്കോർഡിംഗ് സംവിധാനം ഓൺ ആയിരുന്നു. യുവതിയോട് ഒച്ചയുണ്ടാക്കരുതെന്ന് ദേവദാസ് ആവർത്തിച്ച് പറയുന്നതിന്റെ വീഡിയോ പ്രതികൾക്കെതിരെയുള്ള പ്രധാന തെളിവായി. സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു, അതിൽ FIR അതനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു. എല്ലാ സോഴ്സിൽ കൂടിയും ഇയാളെ കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം. 3 പേരും പോകുന്നതായിട്ടുള്ള നമുക്ക് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് കാണുന്നുണ്ട്. 11 മണി സമയത്താണ് അവിടെ ഒരു സ്ത്രീമാറ്റം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. മറ്റു കൂടെയുള്ള 2 പേർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യം നമ്മൾക്കറിയാം. അവിടെ അദ്ദേഹം പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിയെ നിരന്തരം ശല്യം ചെയ്തതിന്റെ വാട്സപ്പ് ചാറ്റുകളും കുടുംബം പുറത്തുവിട്ടു. മോശം അനുഭവം ഉണ്ടായതിനു ശേഷം ജോലിക്ക് പോകുന്നില്ലെന്ന് യുവതി തീരുമാനിച്ചെങ്കിലും ക്ഷമാപണം നടത്തി പ്രതി തിരിച്ചു വിളിക്കുകയായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 1 രാത്രി 11 മണിയോടെയാണ് പീഡനശ്രമം നടന്നത്. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു. ഇടുപ്പെല്ലിനും കൈക്കും സാരമായി പരിക്കേറ്റ യുവതി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 മാസത്തോളമായി ദേവദാസിന്റെ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു യുവതി. ഹോട്ടലിനടുത്ത് ഒരു വാടക വീട്ടിലായിരുന്നു താമസം. വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് പ്രതികളുടെ അതിക്രമം. കേസന്വേഷണത്തിൽ പോലീസിന് മെല്ലെപ്പോക്കുണ്ടെന്ന് കുടുംബം ആദ്യം മുതലേ ആരോപിച്ചിരുന്നു. ഇതിനിടെ കുടുംബത്തെ സ്വാധീനിക്കാനും പ്രതികളുമായി ബന്ധപ്പെട്ടവർ ശ്രമം നടത്തി. യുവതിക്ക് നീതി ലഭിക്കുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകുമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.